Good morning, welcome to South India Road Trip Part 2 ഹംപി വ്ളോഗ്. സോ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് വി ഗോയിങ് സ്ട്രേറ്റ് ടു ഹംപി. അപ്പോൾ ഇനി അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടായിരിക്കും നിർത്തുന്നത്. സോ അപ്പോൾ കാണാം. ഹായ്, അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടൊരു സ്ഥലത്തെത്തി. ഇത് 8B ആണ്, ആനന്ദ് അടയാർ ഭവനിൽ എത്തി. അപ്പം ഇനിയൊരു ഇതെവിടെ ലൊക്കേഷൻ വെച്ച് എനിക്ക് അറിഞ്ഞൂടാ. ഓൺ ദ വേയിൽ നമ്മൾ ബോർഡ് കണ്ടിട്ട് നിർത്തിയതാ. ഇനിയൊരു 3.5 hours കൂടെ ഉള്ളൂ ഹംപിയിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഓൺ ദ വേ സൂപ്പർ റൈഡായിരുന്നു. സൂപ്പർ റൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പ്രസ് ഹൈവേ കൂടെ പോകാൻ പറ്റും. മൈസൂർ ടു ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ ഒരു 50 കിലോമീറ്ററോളം എക്സ്പ്രസ് ഹൈവേയിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ള റോഡും 2 lane ആണെങ്കിലും നല്ല വഴി. അതിനിടയ്ക്ക് കുറേ കർണാടകയിലെ വില്ലേജിൻ്റെ അകത്ത് കൂടെയൊക്കെ പോകുന്ന കുറേ വഴികളുണ്ട്. പക്ഷേ നല്ല റോഡ്. ഇവിടെ വരുമ്പോഴാണ് നമ്മുടെ കേരളത്തിൻ്റെയും പുറത്തെ ആ ഒരു ഡിഫറൻസ് അറിയുന്നത്, റോഡിൻ്റെ ക്വാളിറ്റിയുടെ. നല്ല റോഡും തിരക്കുമില്ല, അങ്ങനെ നല്ല സൂപ്പർ ഫാസ്റ്റായിട്ട്. ഞങ്ങൾക്ക് 20.1 വരെ മൈലേജ് കിട്ടിയിരുന്നു. അപ്പോൾ ഇനി ഫുഡ് കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് സ്ട്രേറ്റ് ടു ഹംപി. അപ്പോൾ ഇനി ഹംപി എത്തിയിട്ട് കണ്ടു. ഇങ്ങനെ ഞങ്ങളുടെ യമ്മി ഗീ റോസ്റ്റ് ഇസ് റെഡി. അങ്ങനെ ഇതാ നമ്മൾ ഹംപിയിലെത്തി. അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ഹോസ്റ്റലിലേക്ക് പോവാണ്. ഇവിടെ എവിടെ നോക്കിയാൽ ഇങ്ങനത്തെ കുറേ ആർക്കിടെക്ചറും കുറേ സംഭവങ്ങളും കാണാം. കല്ലുകൊണ്ട് കുത്തിപ്പണിത് കുറേ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് തന്നെ എത്തി. ഇപ്പോൾ സമയം 1 മണിയായി. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും വളരെ പെട്ടെന്ന് തന്നെ. ഈ എക്സ്പ്രസ് ഹൈവേകളൊക്കെ ഉള്ളത് കാരണം നമ്മൾ എത്ര കിലോമീറ്റർ കിടക്കുന്നതെന്ന് അറിയില്ല. അത്രയും സ്മൂത്ത് ആൻഡ് സ്പീഡിൽ അടുത്ത് പറക്കും. അത്രയും സ്മൂത്ത് ആൻഡ് സ്പീഡിൽ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തും. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോണത്, ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള ഒരു ഹോസ്റ്റലിലേക്കാണ്. അപ്പോൾ ലഞ്ച് ഇനി അവിടെ ചെന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറണ്ട് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയോ ഫോറിനേഴ്സ്. കറണ്ട് പ്ലാൻ ഇസ് ഇന്ന് ഹോസ്റ്റലിൽ തന്നെ റെസ്റ്റ് ചെയ്ത് ചില്ല് ചെയ്യാമെന്നാണ്. പക്ഷേ ചെന്നിട്ട് നോക്കിയിട്ട് ടൈം അനുസരിച്ച് നമ്മൾ ഇറങ്ങണോ വേണ്ടോ എന്നുള്ളത് നോക്കും. കാരണം ഇവിടെ ഞങ്ങൾ കാണാൻ വിചാരിക്കുന്ന സ്ഥലങ്ങളൊക്കെ അടുത്തടുത്താണ്, ഇവിടുത്തെ ഓരോ ടൂറിസ്റ്റ് സ്പോട്ടും. അപ്പോൾ നമ്മൾ നാളെ ഇറങ്ങിയാൽ ഫുൾ ഡേ നമുക്ക് ആവശ്യത്തിന് ലാവിഷായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ധൃതി പിടിച്ച് ഹറിബറിയായിട്ട് ഒന്നും പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല റിലാക്സ് ചെയ്ത്. ആക്ച്വലി ഞങ്ങളുടെ ഈ ട്രിപ്പ് ഫുൾ അങ്ങനെയായിരുന്നു. നമുക്ക് ഒരിക്കലും ഒരു ധൃതിയോ ഹറിബറിയോ ആയിട്ട് സ്ഥലങ്ങൾ കണ്ടുതീർക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. പ്ലാൻ ചെയ്തതിനേക്കാളും കുറേ എക്സ്ട്രാ സ്പോട്ടും കാര്യങ്ങളും കാണാനും പറ്റും. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിലെത്തി. ഇവിടെ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ടോ. അപ്പോൾ എനിക്കൊന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കസ്റ്റമേഴ്സ് ഉണ്ട് ഇവിടെ. വേറൊരു വൈബാണ്. മൊത്തം ഒരു നേച്ചർ റിലേറ്റഡ് ഹട്ടും മഡ് ഹൗസും അങ്ങനത്തെ ഒക്കെ ഒരു സെറ്റപ്പാണ്. കൊള്ളാം. അയ്യോ, അങ്ങനെ എത്തി ഞങ്ങൾ തന്നെ. നല്ല വെയിൽ, നല്ല ടയർഡ്, നല്ല വിശപ്പ്, ടാൻഡ് കാറ്റ്. ഇവിടെ അത്യാവശ്യം കുറേ ആൾക്കാരുണ്ട് ഞാൻ കാറ്റ്. അതുകൊണ്ട് ഇതൊരു അത്യാവശ്യം നല്ല ഫേമസ് ഹോസ്റ്റലും കൂടിയാണ്. ദ ഗോവൻ കോർണർ ആണ് ഇതിൻ്റെ പേര്. ഇവിടെ കുറേ ആനിമൽസ് ഉണ്ട്. ആട്ടിൻകുട്ടികളുണ്ട്, ഇവിടെ പട്ടികളുണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ. അപ്പോൾ പെറ്റ് ലവേഴ്സിനൊക്കെ ഇവിടെ പിന്നെ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്ഥലം, പെറ്റ് ലവേഴ്സിന് പറ്റിയ ഒരു സ്ഥലമാണിത്. ഹായ്, ഇതേ നോക്കി 2 പട്ടികൾ ക്യൂട്ട്. ആദ്യം ഒന്ന് ചെന്നും ചെക്കിൻ ചെയ്തിട്ട് ഒന്ന് വാഷ്റൂമിൽ പോകണം, ഒന്ന് ഫ്രഷ് ആണ്, പിന്നെ ഫുഡ് കഴിക്കണം. എന്നിട്ട് ബാക്കി ഞാൻ സ്ഥലവും റൂമൊക്കെ കാണിച്ചു തരാം. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനത്തെ ഒരു ഹോസ്റ്റൽ. എനിക്ക് സത്യം പറഞ്ഞാൽ കൊതിയായിരുന്നു ഒറ്റയ്ക്കൊക്കെ വന്നിങ്ങനെ ട്രിപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കാനായിട്ട്. ഇവിടുത്തെ വൈബ് രക്ഷയില്ലാത്ത വൈബ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ. ഇവിടെ ഫുൾ ഇങ്ങനെ വലിയ പട്ടികളും മറ്റേ ഈ ഫോറിൻ ബ്രീഡ് പട്ടികൾ, ഷിറ്റ്സു, പിന്നെ വേറെ വലിയ പട്ടികളുണ്ടായിരുന്നു, റോട്ട് വീലർ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ
ഇവിടെ ഇങ്ങനെ നടക്കും, നമ്മുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇവിടെ ഇരിക്കും, ഇവിടെ കിടക്കും, അങ്ങനെ. അതുകൊണ്ട് കുറേ ആൾക്കാരിങ്ങനെ ലാപ്ടോപ്പൊക്കെ വെച്ച് ഇരുന്നിങ്ങനെ കാറ്റുകൊണ്ട് വർക്ക് ചെയ്യാന്ന് കാണുമ്പോൾ തോന്നുന്നു സൂപ്പർ വൈബ്. ഭയങ്കര ഒരു നമ്മൾക്കിവിടെ ബിസി ഷെഡ്യൂളിൽ നിന്ന് കുറച്ചൊരു ബ്രേക്ക്, റിലാക്സേഷൻ വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്ന് സോളോ ട്രാവലേഴ്സിനൊക്കെ പറ്റിയ പണ്ടേ അറിയേണ്ടതായിരുന്നു, പണ്ടേ വരേണ്ടതായിരുന്നു അതിനൊക്കെ. പക്ഷെ കൊള്ളാം. ഞങ്ങളപ്പോൾ ഇവിടെ നിന്ന് ചില്ലിയാണ്. ഇപ്പോൾ സമയം 2:30. നല്ല വിശപ്പുണ്ട്. ഇവരുടെ മെനു നമ്മൾ വിചാരിക്കും ഇത്ര സ്ഥലത്ത് എന്താ ഫുഡ് എന്തായിരിക്കുന്നത്, മെനുവിലില്ലാത്തതിൽ എല്ലാ മൾട്ടി ക്വിസീനാണ്. ചൈനീസ് ഉണ്ട്, കോണ്ടിനെൻ്റൽ ഉണ്ട്, ഇന്ത്യൻ ഉണ്ട്, പിന്നെ ഹംപി സ്പെഷ്യൽ ഉണ്ട് കുറേ. അപ്പം ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്തത് ഒരു ഹംപി ഫ്രൈഡ് റൈസും ചിക്കൻ മസാലയും. ഇപ്പോൾ കുറച്ച് നാടനാവാമെന്ന് വിചാരിച്ചോളൂ എനിക്ക്. എന്നിട്ട് രാത്രി കോണ്ടിനെൻ്റലിലേക്ക് കിടക്കാം എന്നാണ് വിചാരിക്കുന്നത്. പിസ്സ എല്ലാം ഉണ്ട് കേട്ടോ മെനുവിൽ. എനിക്കിവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് മറ്റേ ഇഫ്താർ മോഡലാണ്, അങ്ങനെ താഴെ സോഫയിൽ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അതാ ഒരാൾ വരുന്നുണ്ട് അവിടെ സൈഡിൽ, കണ്ട. ഞങ്ങൾ ഫ്രണ്ട്സായി. ഇതിപ്പോൾ ചെറുതാണ്. പിന്നെ ഇവിടെ പേർഷ്യൻ ക്യാറ്റ് കണ്ട്. ഇങ്ങനെ ഭയങ്കര ആനിമൽ പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്പേസ്. റൂമിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല, ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്തു, ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി, എന്നിട്ട് നേരെ ലഞ്ച് കഴിക്കാനായിട്ടിരിക്കണം. അപ്പോൾ ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് റൂമിലെത്തിയിട്ട് ഞാൻ റൂം ടൂർ കാണിച്ചു തരാം. ഓക്കെ, ഞാനൊരു ജ്യൂസ് പറഞ്ഞു കേട്ടോ. സോ ഇത് കോംബോ ജ്യൂസാണ്. പൈനാപ്പിൾ, പപ്പായ, പിന്നെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു, എന്താണ് വാട്ടർമെലൺ. ഇത് മൂന്നിൻ്റെയും ഒരു കോംബോ ജ്യൂസ്. മനു ഒരു പൈനാപ്പിൾ പപ്പായ ജ്യൂസും പറഞ്ഞു. അപ്പോൾ ബാക്കി ഫുഡ് വന്നിട്ടില്ല, വെയിറ്റിംഗ് ഫോർ ദ ഫുഡ്. ഞങ്ങൾ ആക്ച്വലി നാളത്തെ ഡിന്നർ, ഇന്നത്തെ ഡിന്നറിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിനും നാളെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എന്താണെന്നുള്ളതിൻ്റെ മെനു ഒക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഫുൾ കൺഫ്യൂഷനിലാണ്, കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ. ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നു. എൻ്റെ കാണാൻ കൊടുക്കത്തിലൊക്കെ നല്ല മണം. ദിസ് ഇസ് ഹംപി ഫ്രൈഡ് റൈസ് ആൻഡ് ഇത് ചിക്കൻ മസാല. ചിക്കൻ മസാലയുടെ മണമാണ് അടിപൊളി. അപ്പോൾ ഞങ്ങൾ വേഗം കഴിക്കട്ടെ. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ഇതാ ഒരാൾ വന്ന് കൊതി വിടുന്നുണ്ട്. അവന് ഫുഡ് കൊടുക്കാൻ പാടില്ല, അവർക്ക് വേറെ സെപ്പറേറ്റ് ഫുഡ് ഉണ്ട്. നല്ല സൈസാണ് ഇവന്. ഹലോ, കഴിച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ, പരിചയപ്പെടാൻ. കടന്നു. ഓക്കെ, സോ ഇതിങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ റൂമുകൾ. എൻ്റെ അമ്മ രക്ഷയില്ല. പുറപ്പെട്ട് ഞാൻ കാണിച്ചു തരാം. ദിസ് ഇസ് ആർ റൂം 305. പക്ക മഡ് ഹൗസാണിത്. കല്ലും താഴെയൊക്കെ. എൻ്റെ അമ്മയെ, വാവ്, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ടോ. ഇവിടെ ഫാനുണ്ട്. ഞാൻ വിചാരിച്ച ഫാൻ ഉണ്ടാവില്ല എന്ന്. സെറ്റ് വൈബ്. ഇത് ടോയ്ലറ്റ്, ഷവറിനൊരു സെപ്പറേറ്റ് സ്പേസ് ഉണ്ട്. കൊള്ളാം, നീറ്റാണ്, നല്ലൊരു വൈബ്. നല്ല തണുപ്പായിരിക്കും തോന്നുന്നു ഈ കല്ലിൻ്റെ ആയതുകൊണ്ട്. ഓക്കെ, ഇനി ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ആ എൻട്രൻസിലെ അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ലഗേജിൻ്റെ കാര്യമാണ് പറയാത്തത്. ലഗേജ് ഇങ്ങോട്ട് ഞങ്ങളുടെ പെട്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. ഇവിടെ കുറേ സ്പേസ് ഉണ്ട്. നമുക്ക് ബാഡ്മിൻ്റൺ കളിക്കാനുള്ള സ്പേസ് ഉണ്ട്, ക്യാമ്പ് ഫയറിനുള്ള സ്പേസ് ഉണ്ട്, കുറേ ഗെയിംസ് കളിക്കാനുള്ള സ്പേസ് ഉണ്ട്, പിന്നെ ഓരോ ആക്ടിവിറ്റീസിനുള്ള സ്പേസ് ഉണ്ട്. അപ്പം ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിറ്റി മാനേജർ വന്ന് സംസാരിച്ചിരുന്നു. പുള്ളിക്കാരി പായൽ എന്ന പേര്, ഫ്രം ബോംബെ. സോ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് 4 മണിക്ക് ഇവർ പോണ്ടിലേക്ക് പോവാണ്. ഇവിടെ പോണ്ടുണ്ട് പ്രോപ്പർട്ടിയുടെ ബാക്ക് സൈഡിലായിട്ട്. അപ്പോൾ പോണ്ടിൽ പോയിട്ട് ചെയ്യുന്നത് മറ്റേ ഡീപ്പ് ഡൈവ് അല്ല, മറ്റേ വെള്ളത്തിൽ ചാടും, അങ്ങനെ കുറേ ആക്ടിവിറ്റി ഒക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞ് 5:30 ഒരു ഹൈക്ക് ഉണ്ടെന്ന് പറഞ്ഞു, സൺസെറ്റ് കാണാൻ. അവിടെ വേറെ സെപ്പറേറ്റ് ബാത്റൂം പോലെ ഉണ്ട്. പരിപാടിയൊക്കെ അടിപൊളിയാണ്. പക്ഷേ അത്യാവശ്യം നല്ല ക്ഷീണമുണ്ട്, മടിയുണ്ട്, വെയിലാണ് അസഹനീയം. അപ്പോൾ ഹൈക്കിന് പോകണം എന്നുണ്ട്, നോക്കട്ടെ. ഞങ്ങൾക്ക് ആക്ച്വലി ഇതിന് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ലൊക്കേഷനിലേക്കുള്ള സ്റ്റേ ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്ന് ബുക്ക് ചെയ്യണം. അവിടെ ടോയ്ലറ്റ്സ് ഉണ്ട്, കോമൺ ബാത്റൂം. അല്ലാതെ ഇവിടെ എന്തോ സംഭവം പണിയാണ്.
അപ്പോൾ അടുത്ത ലൊക്കേഷൻ ബുക്ക് ചെയ്യണം. അപ്പോൾ അത് അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ ഒന്ന് സെറ്റിൽ ചെയ്യണം, ലഗേജൊക്കെ ഒന്ന് ഇറക്കി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ടൈമുണ്ട്. ഓക്കെ ആണെങ്കിൽ ഹൈക്കിന് പോകും, അല്ലെങ്കിൽ റൂമിലിരുന്ന് റെസ്റ്റ് ചെയ്യും. മിക്കവാറും കിടന്നുറങ്ങാനുള്ള എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്, കാരണം റൂം നല്ല സുഖം. ഇവിടെ ഇങ്ങനൊരു സ്പേസ് ഉണ്ട്. ആക്ച്വലി പ്രോപ്പർട്ടി കവർ ചെയ്യണമെങ്കിൽ തന്നെ ഒരു വ്ളോഗ് ഫുൾ വേണ്ടി വരും തോന്നുന്നു. അത്രയും സംഭവങ്ങളാണ് ഇതിൻ്റെ അകത്ത്. ഞാൻ പറഞ്ഞില്ലേ, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, പിന്നെ മക്കാവുണ്ട്. വൻ വൈബാണ് മക്കളെ. അപ്പോൾ ഇനി ട്രാവലേഴ്സ് സോളോ ട്രിപ്പൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയ സ്പോട്ട്. ഓക്കെ, ഞങ്ങളുടെ വണ്ടിയോടെ ഇനി സാധനങ്ങൾ എടുക്കട്ടെ. ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി കുറച്ച് നേരം. ഹൈക്കിനും ട്രക്കിങ്ങിനൊന്നും പോയില്ല. അവിടുത്തെ വ്യൂ ഒക്കെ, ഹൈക്കിനും ട്രക്കിങ്ങിനൊന്നും പോയില്ല. ഉറങ്ങി എഴുന്നേറ്റിട്ട് ഇനിയൊരു ചായ കുടിക്കാൻ വേണ്ടി മറ്റേ മെസ് ഹോൾ ഏരിയയില്ലേ അങ്ങോട്ട് പോവാം. ഇവിടെ ഭയങ്കര കുറേ ഗസ്റ്റ് വോളിബോൾ കളിക്കാൻ കാണിച്ചു കാണുന്നില്ലേ. ഭയങ്കര ഞാനിങ്ങനെ നടക്കായിരുന്നേ. അപ്പോൾ നോക്കിയപ്പോൾ കുറേ നേരമായിട്ടൊരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതാരാന്ന് നോക്കിയേ, ഒരുത്തൻ കണ്ട, ഇവനാണ് ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കി കൊണ്ടിരുന്നത്. മോൾച്ചാർക്ക് ചെവിടർത്തു. യെസ് യെസ് യെസ്. എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ ഒരു ലോക്കൽ ക്രാഫ്റ്റ് ഷോപ്പ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ ഇത് ഞാൻ കണ്ടില്ല കേട്ടോ, ഖമീലിയൻ. പക്ഷെ ആ കളർ അങ്ങോട്ട് മാച്ച് ആവണില്ലല്ലോ മോനെ, അല്ലേ? ആ ബ്രൗൺ വാലിൻ്റെ കളർ ഓക്കെ, പക്ഷേ ബോഡി അങ്ങോട്ട് ഫുള്ളി മാച്ച് ആവുന്നില്ല കളർ. ആക്ച്വലി ഇനി ആവുമായിരിക്കും ചിലപ്പോൾ. നോക്കട്ടെ, നോക്കാം നമുക്ക് വൻ കളർ മാറ്റുമോ എന്ന്. മാറുന്നുണ്ടോ? എനിക്കൊന്നും കാണുന്നില്ല. മേ ബി ക്യാമറയിൽ കുറച്ചൊരു ഭയങ്കര സ്ലോ ആയിട്ട് ചെറുതായിട്ടൊരു ഷെയ്ഡ് മാറുന്നുണ്ട്. പക്ഷെ അത് നല്ല സ്ലോ. അത്ര നേരം പിടിച്ചേക്കാൻ എനിക്ക് കൈ കഴിക്കും. അപ്പോൾ തൽക്കാലം നമുക്ക് ഇവനവിടെ ഇരിക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് നോക്കാം അവൻ കളർ ഫുള്ളി ചേഞ്ച് ആയിട്ടുണ്ടോയെന്ന്. ഇവിടെ കുറച്ച് മുയൽ കുട്ടികളുണ്ട്. ക്യൂട്ട്. വെള്ള, ബ്ലാക്ക്. അയ്യോ, എൻ്റെ അടുത്തേക്ക് വരണം. എന്താ? വെള്ളയുണ്ട്, ബ്രൗൺ ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്. 2 വലിയ ബിഗ് ബോയ്സ് പട്ടികൾ കിടക്കുന്നുണ്ട്, ഉറങ്ങാണ്. കുറേ താറാവുകൾ. ഇവിടെ ആക്ച്വലി ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ തുറന്നിട്ടൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂട്ടിലായി. അവിടെ ആടുകളുണ്ട് കേട്ടോ, ആട്ടുംകുട്ടികളുണ്ടോ. നമ്മൾ വന്ന സമയത്ത് കുറേ ആട്ടുംകുട്ടികളാണ്. എല്ലാവരെയും കുട്ടിക്കെത്തി ഇരിക്കുകയാണ് ഇപ്പോൾ. ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്. പിന്നെ ഈ സെറ്റ് അവിടെ കിച്ചൺ. ഒരു ചിൽ വൈബ് പ്ലേസാണ്. ഒരാളെ കാണിച്ചു തരട്ടെ. കണ്ട സ്റ്റാച്ചു പോലെ ഇരിക്കും. പോസ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി. ഹലോ സാർ, നോക്കൂ സാർ. സാറ് ഹായ് ഹായ് ഹായ്. അത് വിചാരിക്കുന്നത് എന്ത് ഒച്ച ഉണ്ടാക്കണേ. തിരിഞ്ഞിരിഞ്ഞ് നോക്കണം. കൂട്ടിലെന്താണ്? കൂട്ടിൽ ഒന്നിനെയും കാണുന്നില്ല ആക്ച്വലി. എനിക്കൊന്നും അവനെ ഇടുന്നതാണെന്ന് തോന്നുന്നു കൂട്ടിൽ. അതും ഇനി വേറെ വല്ല ഒളിച്ചിരിക്കുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ. ഇതിൻ്റെ അകത്ത് തന്നെ കുറേ മീനുകളുണ്ട് കേട്ടോ. ഒരു കുഞ്ഞ് പോണ്ടുണ്ട്. സെറ്റ് വൈബാണ് ഇവിടെ. ഇവള് താഴത്തേക്ക് ഇറങ്ങി. ഈ മരക്കൊമ്പിൻ്റെ താഴത്തിറങ്ങി. ആള് എന്നെ കണ്ട് സ്റ്റക്കായി നിൽക്കുകയാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി വന്നതാണ്. ആ സമയത്താണ് ഞാൻ കണ്ട് ഓടി വന്നത്. ഞങ്ങൾ ലൈം ടീ പറഞ്ഞപ്പോൾ ഇവർ ആക്ച്വലി ലൈം ജ്യൂസിൽ ഒരു ഗ്ലാസ് ഫുൾ ലൈം ജ്യൂസ്, എന്നിട്ട് അതിൻ്റെ അകത്തൊരു ടീ ബാഗ് ഇട്ടിട്ട് തന്നു. ആദ്യമായിട്ടാണ് അങ്ങനെ ലൈം ടീ തരണത്.
ടെക്നിക്കലി അങ്ങനെയാണ്, പക്ഷെ ഇങ്ങനെ ഒരു വലിയ ഗ്ലാസ് ഫുൾ ലൈം ജ്യൂസ്, പക്കാ ലൈം ജ്യൂസിനകത്ത് അയ്യോ നല്ല പൊളി. നൈറ്റ് വ്യൂ. നൈറ്റിൽ ഇവിടെ കുറച്ച് ലൈറ്റൊക്കെ ഇട്ടു. ആക്ച്വലി കുറേ ലൈറ്റുകളുണ്ട്, എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇവിടെ. അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഞങ്ങൾ കുറേ നേരം ആ ലൈൻ ടീം വെച്ച് അവിടെ ഇരുന്നു. ട്രക്കിങ്ങിന് പോയിട്ടുള്ളവർ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. 5 minutes ട്രക്ക് എന്ന് പറഞ്ഞ് പോയതാണ്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ പോകാൻ ഞാൻ നന്നായി തോന്നുന്നുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും, പക്ഷേ നമ്മൾ കുറച്ച് ടയേർഡായത് കാരണം പിന്നെ മടിയും ഉള്ളത് കാരണം പോയില്ല. നൈറ്റ് വ്യൂ. ഇത് ഹോസ്റ്റലിൻ്റെ എൻട്രൻസ്. ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വന്നിട്ട് ഇവിടെ നിന്ന് തന്നെയാണ്. അപ്പം ഞാനൊരു പെപ്പർ ചിക്കൻ സ്റ്റേക്ക്, ചിപ്സ് ആൻഡ് സാലഡ്, അതായത് ഫ്രൈസും സാലഡും സ്റ്റേക്ക് അടിപൊളി കൊള്ളാം, നല്ല സോസാണ്. മനു മറ്റേ റൊട്ടിയും ചിക്കൻ ഹണ്ടി അത് സംഭവം കുറച്ച് മീഡിയം സ്പൈസി ആയിട്ട്, പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡിന്നർ. അപ്പോൾ ഡിന്നറിന് മുന്നേ ഞങ്ങളിവിടെ ഊണോ കളിച്ചു കേട്ടോ. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്, ഊണോ ഉണ്ട്, മോണപ്പുളി, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചില്ലായിട്ടിരുന്ന് റെസ്റ്റ് ചെയ്തിരുന്ന് ഫുഡ് കഴിക്കാം. പിന്നെ ഇവിടുത്തെ പട്ടികളൊക്കെ കൂട്ടിക്കയറ്റി എല്ലാവരും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. ഞങ്ങൾ ഡെസേർട്ട് ഓർഡർ ചെയ്ത്. ഡെസേർട്ട് ബെനോഫ് പയ്യാണ്. ഓക്കെ, ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ. സംഭവം എന്താണെന്നുള്ളത് പഴം തന്നെ എന്തോ ഒരു ഇതാണ് വിത്ത് കോക്കനട്ട്. ഓക്കെ, കഴിച്ചോട്ടെ. ഗുഡ് മോർണിംഗ്. ടൈം ഇസ് 8 മണി. ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റു കേട്ടോ, ഒരു 6:45 എഴുന്നേറ്റു. ഞാൻ പക്ഷേ പുറത്തേക്ക് വന്നില്ല, മനു പുറത്ത് നടക്കാനൊക്കെ ഇറങ്ങി. 8 ആയപ്പോഴേക്കും വെയിൽ വരാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ് പറഞ്ഞത്. ടോസ്റ്റും കോണ്ടിനെൻ്റൽ കുറച്ച് ഫ്രൂട്ട്സും ജ്യൂസൊക്കെ ആയിട്ടുള്ള ഇതൊരു കോംബോ ആണ്. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്, ഞാൻ കുറേ നേരം മറ്റേ പട്ടികളായിട്ട് കളിക്കുകയായിരുന്നു. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ക്ലിയർ അടിക്കുന്നല്ലേ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ സൗത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. സോ ഞങ്ങൾ റെഡിയായി ഹംപി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. സോ ഇന്നാണ് ഞങ്ങൾ ശരിക്കും ഹംപി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. കുറേ സ്പോട്ട്സ് ഉണ്ട്. ഹംപി ആക്ച്വലി 2 സൈഡാണ്, നോർത്ത് സൈഡ് ഉണ്ട്, സൗത്ത് സൈഡ് ഉണ്ട്. ഒരു സൈഡിലെന്ന് പറഞ്ഞാൽ ഒരു സൈഡിലെന്ന് പറഞ്ഞാൽ പക്ക ട്രഡീഷണൽ ആണ്. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ഇന്നലെ കണ്ടില്ലേ കുറേ ആർക്കിടെക്ചറുള്ളതും അമ്പലങ്ങളും കല്ലുകളും പണ്ടത്തെ സാമ്രാജ്യത്തിൻ്റെ കുറേ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. പിന്നത്തെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ആക്റ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസും ഇങ്ങനെ കുറേ റിസോർട്ട്സ് ഉണ്ട്, ഇപ്പോൾ ഇതുപോലത്തെ ഹോസ്റ്റൽസ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് മറ്റൊരു കുറേ കൂടി ഒരു ഗോവൻ മോഡേൺ വൈബുള്ള ഒരു ഏരിയ ആണ് ഒരു സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആ സൈഡിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല, പോകാനും അത് ഞങ്ങളുടെ പ്ലാനിലുള്ളതല്ല. സോ ഞങ്ങളിപ്പോൾ പോകുന്നത് ഫുള്ളി നമ്മുടെ പക്ക ട്രഡീഷണൽ സംഭവങ്ങളിലേക്കാണ്. അപ്പോൾ കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ആദ്യം ഫസ്റ്റ് പോകുന്നത് ഹംപി മ്യൂസിയം. അപ്പോൾ ഹംപി മ്യൂസിയത്തിൽ പോകുമ്പോൾ തന്നെ ഇവിടുത്തെ എന്താണ് ഹംപിയുടെ സ്റ്റോറി എന്ന് നമുക്ക് അറിയാൻ പറ്റും, കുറച്ച് ഹിസ്റ്ററി ഒക്കെ പഠിക്കാം. അതാകുമ്പോൾ നമുക്ക് പിന്നെ ബാക്കി സ്ഥലങ്ങൾ കാണുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും, അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ. അപ്പോൾ ഇനി മ്യൂസിയത്തിൻ്റെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഞങ്ങൾ മ്യൂസിയം എത്തി, പക്ഷേ മ്യൂസിയത്തിൽ വീഡിയോ അലൗഡ് അല്ല എന്ന് പറയുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, പക്ഷേ ഫോട്ടോ അലൗഡാന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കുന്ന പോലെ കാണിച്ചിട്ട് വീഡിയോ എടുക്കാം എന്താ നോക്കാം. പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഫോട്ടോ മാത്രമായിരിക്കും. നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നറിയില്ല. ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു വ്യൂ. ഇത് പുറത്തെ സംഭവം ഗാർഡനാണ്. ഗാർഡനിലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ഒരാൾക്ക് 40 rupees. മ്യൂസിയത്തിൽ കൂടുതലും സ്റ്റാച്യൂസും പെയിൻറ്റിങ്സും അതൊക്കെ തന്നെയായിരുന്നു. വീഡിയോ എടുക്കാൻ ഒട്ടും സമ്മതിച്ചില്ല കേട്ടോ. അവിടുത്തെ സെക്യൂരിറ്റിക്കാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് വഴക്ക് പറഞ്ഞു. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. അതാ ഞങ്ങൾ വിദില ടെമ്പിളിൻ്റെ അവിടെ എത്തി. അപ്പം ഇവിടെ ഫ്രണ്ടിൽ തന്നെ കുറേ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട് കേട്ടോ. ഹായ്, എൻ്റെ പയ്യനെ കാണാം. എന്താ ഇത് ഒരെണ്ണം വാങ്ങിച്ചു.
ഞാനൊരു ബ്രേസ്ലെറ്റ് നോക്കി. മനു ഈ സിൽവർ വളയ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ബഗ്ഗി ഉണ്ട് കേട്ടോ. അപ്പം ബഗ്ഗിക്ക് 20 റുപ്പീസാണ് ടിക്കറ്റിന്. അപ്പോൾ ബഗ്ഗിയിൽ കയറിയാൽ ഇവിടെ കയറിയാൽ നമുക്ക് എവിടെ ഇരിക്കണം? ബാക്കിലിരിക്കാം അല്ലേ? ഓക്കെ, സോ ഞങ്ങൾ ബാക്കിലേക്ക് കയറാം. ഏറ്റവും ബാക്കിൽ. ഓക്കെ, കൊള്ളാം, നല്ല സീറ്റ്. ഭയങ്കര വെയിൽ, ഭയങ്കര ചൂട്. എൻ്റെ അമ്മ നമുക്ക് ഞങ്ങൾ ആക്ച്വലി എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുപ്പിയിൽ ORS മിക്സ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് വെള്ളം. കാരണം പെട്ടെന്ന് ഡീഹൈഡ്രേറ്റഡ് ആവും, പെട്ടെന്ന് ടയേർഡാവും. പക്ഷേ അതിൻ്റെ ഒരു കുടിക്കുമ്പോൾ തന്നെ ഒരു ഉപ്പ് ടേസ്റ്റ് പോലത്തെ ടേസ്റ്റാണ്. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. ഞങ്ങളുടെ ബഗ്ഗി സ്റ്റാർട്ട് ചെയ്തു. ഫോൺ പിടിക്കട്ടെ, അല്ലെങ്കിൽ വീഡിയോ. ഈ ബഗ്ഗി കയറാമെന്നുള്ള തീരുമാനം വളരെ നല്ല തീരുമാനമായിരുന്നു. എങ്ങാനും ഈ ദൂരം ചുട്ട വെയിലത്ത് നടന്ന് ഞങ്ങൾ ചത്ത് ഇവിടെ ഒടിഞ്ഞ് വീണാണ്. നല്ല അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, നല്ല വെയിലും ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനത്തെ സ്പോട്ടുകളൊക്കെ ഉണ്ട്, കുഞ്ഞു കുഞ്ഞു അമ്പലം ഇങ്ങനത്തെ സ്റ്റോൺ ആർക്കിടെക്ചേഴ്സ്. അത് സാരമില്ല. ഈ വെയിലത്ത് നടക്കാനുള്ളൊരു ആരോഗ്യം ഞങ്ങൾക്കില്ല ഇപ്പോൾ. അങ്ങനെ ഇതാ നമ്മൾ സ്പോട്ടിലെത്തി. ദിസ് ഇസ് ദ എൻട്രൻസ് ഓഫ് വിതല ടെമ്പിൾ. വർക്ക് ഇൻ പ്രോഗ്രസ്. ഇതിൽ കുറേ സ്ഥലങ്ങളൊക്കെ ഇവർ മറ്റേ എന്താ പറയുക റീസ്ട്രക്ചർ ചെയ്ത് റീവർക്ക് ചെയ്തിട്ടുള്ളത് കാരണമാണ് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഇപ്പം ഇത് കണ്ടോ, ഇവിടെ പറഞ്ഞ മണ്ഡപയിൽ കയറരുത്, അവർ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ഇവിടെ കുറേ ഇങ്ങനെ സ്ഥലങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ ആക്ച്വലി ഒരു റീലെടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോവും. അവിടെ ചെല്ലുമ്പോഴേക്കും അവിടെ നിറച്ച് മനുഷ്യർ അങ്ങോട്ട് വരും. അങ്ങനെ ഞങ്ങൾ ഓരോരോ ലൊക്കേഷൻ തിങ്ങി ഈ ഗ്യാങ് ഫുൾ മലയാളികളാണ് കേട്ടോ. പെട്ടെന്ന് വന്നതാണ്. കണ്ടോ, നല്ല എന്താ പറയുക, ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ഇതൊരു സ്വർഗമാണ്, അല്ലെങ്കിൽ മോഡൽസിനൊക്കെ ഇതൊരു സ്വർഗമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഒന്ന് ഇവിടെ വിഗ്രഹം ഇരുന്നിരുന്ന സ്ഥലമാണ്. ഇതാണ്ടോ, ഇവിടെയൊക്കെ പണ്ട് വിഗ്രഹം ഇരുന്ന, ചിലപ്പോൾ ഇവിടെ ഇരുന്നിരുന്ന വിഗ്രഹങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ മ്യൂസിയത്തിൽ കണ്ടത്. മ്യൂസിയത്തിൽ ആയിരിക്കാമെന്ന് ആണെന്ന് പറഞ്ഞില്ലല്ലോ. ഇഷ്ടംപോലെ ഫോട്ടോഷൂട്ടും ഇഷ്ടംപോലെ ഡാൻസ് റീലൊക്കെ ചെയ്യാം. പക്ഷേ പ്രിപ്പയർഡ് അല്ലാത്തത് കാരണം പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആ കൂടെ ഞാൻ ജസ്റ്റ് ഒരു കുഞ്ഞൊരു ഡാൻസിൻ്റെ ഒരു റീൽ പോലെ ചെയ്തു. അതെന്താവും അറിയില്ല. നന്നാവാണെങ്കിൽ പോസ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യില്ല. അയ്യോ, അങ്ങനെ ഞങ്ങൾ നടന്ന് തിരിച്ച് നമ്മളുടെ ഇത് എൻട്രൻസ് അല്ലല്ലേ, എൻട്രൻസ് അപ്പുറത്താണ്. അയ്യോ, ഇത് ഇവിടെ ആരും ഇല്ലാത്ത സ്ഥലം. ഇവിടെ ഒന്ന് എടുത്താൽ മതിയായിരുന്നു. കഷ്ടപ്പെട്ട് ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് ഒരു റീലിൻ്റെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫോട്ടോയെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഓടിച്ചു. ഞങ്ങൾ കുറേ ഒളിച്ച് സൈഡിൽ നിന്നൊക്കെ എടുക്കാൻ നോക്കി. അപ്പോഴേക്കും അവിടെ ആൾക്കൂട്ടായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് വേറെ കുറേ സ്ഥലത്ത് ചെന്നു. അവിടെയും പിന്നെ ആൾക്കൂട്ടായി. എങ്ങനെയൊക്കെയോ എടുത്തു. ഇവിടെ ഇപ്പോൾ ആരുമില്ല. എൻ്റെ അമ്മേ, മനു ബാഗ് എടുത്തിട്ട് നോക്കി.
ഹോണ്ടഡ് ഇതുപോലെ. എൻ്റെ അമ്മേ, ഒരു അമ്പലത്തിൻ്റെ അകമാണ്. ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറാൻ പറ്റും. പക്ഷേ എനിക്കിത് കാണുമ്പോൾ ബ്രഹ്മയുഗത്തിലെ ആ കലവറയില്ലേ, കലവറയില്ലല്ലേ, നിലവറ, അതൊക്കെ ഓർമ്മ പറഞ്ഞ തൽക്കാലം ഞാൻ പുറത്തേക്ക് ഇറങ്ങാം. ഇതിൻ്റെ അകത്തൊക്കെ മറ്റേ വിഗ്രഹമൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുള്ളായിരുന്നു. ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പേടിയാവും. എൻ്റെ അകത്ത് ഏറ്റവും അകത്തേക്ക് കയറാൻ കുറച്ച് ധൈര്യക്കുറവ്, വേറെ ഒന്നുമല്ല, ഓക്സിജൻ കുറവാവൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ അത്യാവശ്യം ഞാൻ ഈ അമ്പലത്തിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറി വന്നു. വേറെ ആരുമില്ല, ഞാനും മനു ഉള്ളത് കാരണം നൈസായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ചൂടേ. ഇവിടുത്തെ ക്ലൈമറ്റ് കുറച്ച് ഒരു വൃത്തിയായിട്ടൊരു ക്ലൈമറ്റാണ്. അസഹനീയമായ ചൂടും അതിക്രൂരമായ വെയിലും. പക്ഷേ ഇവിടുത്തെ ഈ ആർക്കിടെക്ചർ മാർവൽ, അതാണ്. കൊത്തുപണികൾ. ഇതിൻ്റെയൊക്കെ ഒറിജിനൽ ബിൽഡേഴ്സിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. അതൊരിപ്പോഴും ഒരു മിസ്റ്ററി. നമ്മളിപ്പോൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ തിയറികളും കാര്യങ്ങളൊക്കെ കാണാം. ഇതിൻ്റെക്കാട്ടിലും കൂടുതലുണ്ടായിരുന്നു വിജയനഗര. ഈ ഒരു എംപയറിലെ ഏറ്റവും വൺ ഓഫ് ദി റിച്ചസ്റ്റ് സിറ്റീസ് ആയിരുന്നു. പക്ഷേ ആൾക്കാർ വന്ന് എല്ലാം വെട്ടിപ്പിടിച്ച് അടിച്ച് കുറേ സാധനങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോയി. ഇവിടെ ഒരു പാലസ് ഇല്ല. അപ്പം ഞാനത് ആലോചിച്ചിരുന്നത്, ഇത്ര വലിയൊരു സ്ഥലമായിട്ട് അമ്പലങ്ങളുണ്ട്, പക്ഷേ കൊട്ടാരത്തിൻ്റെ യാതൊരു അവശിഷ്ടവും കാണുന്നില്ല. അപ്പം അതൊക്കെ നശിച്ചു പോയതാണ്. ഇത് നോക്കി, ഇവിടെ തന്നെ ആർട്ട് വർക്ക് ഉണ്ടോ, ഭയങ്കര ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വർക്കുകളാണ്. ആക്ച്വലി നമ്മൾ ഗൈഡുമാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ കുറേ ഇതിൻ്റെ പിന്നിലെ ചരിത്രവും സ്റ്റോറിയൊക്കെ പറഞ്ഞു തരും. പക്ഷെ ഞങ്ങളിപ്പോൾ ഗൈഡിനൊന്നും എടുത്തില്ല. ഒന്ന്, നമുക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടാവില്ല, അവർ ഫുൾ ടൈം നമ്മുടെ ഒപ്പം നടക്കുമായിരിക്കും. തിരക്ക് കൂടി വന്നുകൊണ്ടിരിക്കുക, ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ പ്രോബ്ലം ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ഭഗ്യം അവിടെ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നടക്കാമെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അവിടെ ചെന്ന് നോക്കാം. ഭഗ്യ കിട്ടി. ഇനി ബാക്കിലിരിക്കണം എന്നില്ലല്ലേ, ഇനി വെയിൽ കൊള്ളാൻ വയ്യ. കാഴ്ചകളൊക്കെ കണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിലിരിക്കാം, കുറച്ച് കാറ്റുകൊണ്ട് റിലാക്സ് ചെയ്യാം. ഞങ്ങൾ കയറാൻ പോയപ്പോൾ ആ ചേച്ചി പറഞ്ഞു അവിടെ പോയി കാണാം, അവിടെ ഒരു ക്യൂ ഉണ്ട്, അവിടെയാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പം അവിടെ ചെന്നിട്ട് കയറണം. അപ്പോൾ ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്തി. നെക്സ്റ്റ് സ്പോട്ട് ഇത് ക്വീൻസ് ബാത്താണ്. ക്വീൻസ് ബാത്തിലേക്ക് എത്തി. ഇതാണ് ക്വീൻസ് ബാത്ത്. ഇതൊരു ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലാണ് പണിതേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ എന്താ പറയുക, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്, ഇത് എന്തിനാണ് പണിത് എന്നുള്ളൊരു ഇൻഫർമേഷൻ അത് ആർക്കും അറിയില്ല. ഇത് ഞാൻ പറയുന്നത് ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു ബോർഡുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് തന്നെ. അപ്പോൾ അത് വായിച്ചിട്ടുള്ള അറിവ് വെച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. കൂടുതൽ ഇതിനെപ്പറ്റി ഇവർക്ക് തന്നെ അറിഞ്ഞൂടാ എന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റും കേട്ടോ. സൈഡിൽ കൂടെ കയറാം. ഇതെന്താണെന്ന് ഉദ്ദേശിക്കുന്നത്? ഇവിടെ നിന്ന് ക്രൂസിങ് കാണാനാണോ? ഓക്കെ, അത്യാവശ്യം നല്ല ആഴമുണ്ട് കുളം. ഒരു സ്വിമ്മിങ് പൂള് പോലെ വലിയൊരു പൂൾ. അതൊക്കെ വാട്ടർ ചാനലാണ്, പുറത്ത് നമ്മൾ കണ്ടുപോയിട്ടില്ല. അപ്പോൾ അതുവഴി ഇതിൽ കൂടെ വെള്ളം ഇതിലേക്ക് വരും. ഇതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കമലാപുരയുടെ അവിടെ നിന്ന് ഒരു റിവറും വാട്ടർ സോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ട്രെഞ്ചിലേക്ക് കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഈ ട്രെഞ്ചിൽ നിന്നാണ് പിന്നെ അതിൻ്റെ അകത്തേക്ക്, ഈ ക്വീൻസ് ബാത്തിൻ്റെ അകത്തേക്ക് വെള്ളം പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇത് ഫുൾ നിറഞ്ഞിരുന്നാൽ മാത്രമേ വെള്ളം അതിൻ്റെ അകത്തേക്ക് വീഴുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് ഡെസ്റ്റിനേഷൻ എത്തി. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഫുഡ് ഡേ ആണ്. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. 1:30 ഇപ്പോൾ സമയം. വിശപ്പിനേക്കാളും കൂടുതൽ ഈ വെയിലും ചൂടിലും എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആവുമല്ലോ. അപ്പോൾ ഇത് മാംഗോ ട്രീ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഇവിടെ ഞാൻ അങ്ങനെ അധികം വലിയ റെസ്റ്റോറൻറ്റ് ഹോട്ടലുകളൊന്നും കാണുന്നില്ല. പക്ഷേ ഇത് അത്യാവശ്യം ഫേമസ്. ഞങ്ങളുടെ ഹോസ്റ്റലിലെ ഓണേഴ്സിനടുത്ത് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ സജസ്റ്റ് ചെയ്തതാണിത്. കണ്ടിട്ട് കൊള്ളാം, നല്ലൊരു കഫേ മോഡൽ റെസ്റ്റോറൻ്റാണ് മാംഗോ ട്രീ. ഇപ്പം ഞങ്ങൾ ആക്ച്വലി
ടെൻഷൻ അടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ബസ് കണ്ടല്ലോ, അത് കോളേജ് ബസ്സാണ് കേട്ടോ മലയാളികളുടെ. അപ്പോൾ അവരെത്തണതിന് മുന്നേ ഇവിടെ എത്തണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അവരെത്തിക്കഴിഞ്ഞാൽ ഫുൾ ബഹളമായിരിക്കും, പ്ലസ് സ്ഥലം ഫുൾ പോവും. അപ്പോൾ അത് കാരണം ഞങ്ങൾ അവരുണ്ടാവുമോ എന്ന് പേടിച്ച് വന്നാൽ, പക്ഷെ അവരിതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ മേ ബി അവർ ചിലപ്പോൾ വേറെ ലൊക്കേഷനിലൊക്കെ കൂടി പോയിട്ട് എന്തായാലും ഇവിടെ തന്നെ ആയിരിക്കും അവർ വരുന്നത്. കാരണം അത്യാവശ്യം കുറേ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ നല്ല ഫേമസ് സ്ഥലമാണ്, നല്ലൊരു പ്ലേസാണ്, കൊള്ളാം, നല്ല വൈബുള്ള സ്ഥലം. നല്ല ദാഹമായിരുന്നു. അപ്പോൾ ഞാനൊരു ലൈം സോഡ മിക്സ് പറഞ്ഞു, മനു ഒരു സ്വീറ്റ് ലസ്സി പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് എത്തിയിട്ടില്ല, അപ്പോൾ അത് വരുമ്പോൾ കാണിക്കാം. അത്യാവശ്യം നല്ല ടയർഡായിരുന്നു. അപ്പോൾ റിലാക്സ് ചെയ്ത് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ പോയത്. ഞങ്ങളുടെ നെക്സ്റ്റ് സ്പോട്ട് പുഷ്കർണിയുടെ അങ്ങോട്ടാണ് വന്നേക്കുന്നത്. ഈ വഴി ഇന്നലെ ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ ഇതിൽക്കൂടെ എൻ്റെ പാസ് ചെയ്ത് പോയത്. ഞാനത് വീഡിയോയിൽ എടുത്തോന്ന് എനിക്കറിയില്ല, എടുത്തില്ലെന്ന് തോന്നുന്നു. കാരണം ഇന്ന് വരും എന്ന് വിചാരിച്ചിട്ട് എടുത്തില്ല. ഇത് കൃഷ്ണ ടെമ്പിൾ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ആക്ച്വലി ഇവിടെ ഇറങ്ങി എൻ്റെ അകത്ത് കയറിയിരുന്നു. അകത്തുനിന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് തോന്നുന്നു മറ്റേ സെയിം നമ്മൾ വിതല ടെമ്പിളിൻ്റെ അകത്ത് കയറി കണ്ട ആ ഒരു സെയിം സാധനം തന്നെ. അപ്പോൾ ഇനിയും വീണ്ടും ഇപ്പോൾ അതിൽ കയറുന്നില്ല. ഇപ്പം നമ്മൾ പുഷ്കർണിയുടെ അങ്ങോട്ട് പോവാം. ഇവിടെയാണ് ആരോ ഇട്ടേക്കുന്നത്. ഇതിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി എവിടെ എത്തും എന്നറിയില്ല. അങ്ങനെ പോയി നോക്കാം എന്തായാലും. ഇതുവഴി നടന്നാണ് ഞാൻ പറയുന്നത്, പക്ഷെ ഒരൊറ്റ മനുഷ്യരില്ല. ഇനി അവിടെ എത്തിയിട്ട് ആരെങ്കിലും വരുമെന്നറിയില്ല. അവിടെ എത്തിയിട്ട് കാണിക്കാം. ക്യാമറ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരു വഴിയെന്ന് പറയാനായിട്ടില്ല, കല്ലും മുള്ളും കൂടെ. ഓക്കെ എനിക്കൊന്നും അതാണ് കിട്ടി. ഇവിടെ എത്തി. ഇത് എൻ്റെ പുഷ്കരണി ഇതല്ല, ഈ പുഷ്കരണി അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതിപ്പോൾ എന്താ ഉണ്ടായത്? മറ്റേ കുറേ ഇങ്ങനെ സ്റ്റെപ്പുകളായിട്ടുള്ളൊരു ഇതില്ല. നമ്മൾ പുഷ്കരണി സെർച്ച് ചെയ്യുമ്പോൾ കാണിക്കുന്ന പടമൊക്കെ അതാണ്. പക്ഷേ ഇതിപ്പോൾ വെള്ളം ഫുൾ നിറഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് കാണാൻ പറ്റാത്തതാണോ, അതും ഇനി അത് വേറെ സ്ഥലമാണോ? ഇല്ല, ഒരു പുഷ്കരണി ഇവിടെ ഉള്ളൂ. അപ്പം എന്താ ശടാ, എനിക്ക് ആ സ്റ്റെപ്പുകളായിരുന്നു കാണാൻ ഭയങ്കര ഡീപ്പായിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇത്രയും വെള്ളം ഇപ്പോൾ നിറയാൻ ചാൻസ് ഇല്ലല്ലോ. ഞാൻ ഉദ്ദേശിക്കുന്ന സാധനമാണെങ്കിൽ ഒരൊറ്റ മനുഷ്യർ. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറച്ചുകൂടി റിസർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. യഥാർത്ഥ പുഷ്കർ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം ഇത് തന്നെയാണോ അല്ലേ എന്ന്. പക്ഷെ എന്തായാലും കൊള്ളാം, അത്യാവശ്യം നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു. മനസ്സിലാവുന്നില്ല ഒന്നും. ഇവിടെ കുറേ ആൾക്കാർ ഇപ്പോഴാണോ ഞാൻ ശ്രദ്ധിച്ചത്. ഒരു ഗ്യാങ് ഓഫ് വാനരന്മാർ മുകളിൽ ഒരുത്തനിരിക്കുന്നുണ്ട്. ഇവിടെ അയ്യോ, പതുക്കെ വന്ന സ്ഥലം വിടാം. ഇപ്പോൾ പോയ സ്ഥലമില്ലേ നടന്നു വന്നത്, അത് ഇവിടുത്തെ ബസാറായിരുന്നേ. ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റായിരുന്നു പണ്ട്. ഇത് കൃഷ്ണ ടെമ്പിൾ. ഞാൻ ഇന്നലെ വന്നു എന്ന് പറഞ്ഞില്ലേ, അത്. ഇപ്പം നമ്മൾ വിരുപക്ഷ ടെമ്പിളിൻ്റെ അങ്ങോട്ടേക്ക് വന്നേക്കാം. അവിടെയും കുറേ കടകളൊക്കെ ഉണ്ട്. ഇതുപോലെ കാണുന്നതാണ് വിരുപക്ഷ ടെമ്പിൾ. അങ്ങനെ വിരുപക്ഷ ടെമ്പിൾ ത്തേക്ക് കയറുന്നില്ല. കാരണം ഇത് 3 മണിക്ക് ഇത് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ടൈം ആവാറായി. സത്യമാണോ അറിയുമെന്ന് അറിയില്ല, ഇവിടുത്തെ ഒരാൾ പറഞ്ഞതാണ്. അപ്പം എന്തായാലും ഞങ്ങളിപ്പോൾ കയറുന്നില്ല. ഞാനെപ്പോൾ സംസാരിക്കാൻ തുടങ്ങുമ്പോഴും ചേച്ചി വഴി പറയും. ഞങ്ങളപ്പോൾ തിരിച്ച് ഹോസ്റ്റലിൽ ഞങ്ങൾ വിരുപക്ഷ ടെമ്പിളിൻ്റെ അകത്ത് കയറിയില്ല. കയറാൻ പോയ സമയത്ത് അതിൻ്റെ ഫ്രണ്ടിലത്തെ സെക്യൂരിറ്റി പോലത്തെ ഒരു അപ്പൂപ്പൻ പറഞ്ഞു ഇത് 3 മണിക്ക് ക്ലോസ് ആവുമെന്ന് പറഞ്ഞു. അപ്പം ഇനി 5 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ 5 മിനിറ്റത്തേക്ക് വേണ്ടി കയറേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഇറങ്ങി. പക്ഷെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അപ്പോഴും ആൾക്കാരിങ്ങനെ റോട്ടിൽ കൂടെ വേറെ വന്നുകൊണ്ടിരിക്കായിരുന്നു. അപ്പോൾ എനിക്കിതൊന്നും ക്ലോസ് ആയിട്ടുണ്ടാവില്ല. അവരങ്ങനെ ക്ലോസ് ആവില്ലല്ലോ 3 മണിക്കൊന്നും.
ടൈമിംഗ് ഒന്നും നോക്കിയില്ലായിരുന്നു ഞങ്ങൾ. പിന്നെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വയ്യ കാരണം കുറേ ഇങ്ങനത്തെ സെയിം ഈ ആർക്കിടെക്ചർ കണ്ട് നമ്മൾ മടുക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന എല്ലാ പോയിന്റിലും അവിടെ കുറേ നിറച്ചുണ്ട്. അതൊന്നും പോരാതെ നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ വെറുതെ സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ഈ ടൈപ്പ് ഓഫ് ആർക്കിടെക്ചറും ഈ പില്ലറുകളും ഇതേ കല്ലുകളും ഇതേ മണ്ഡപം പോലത്തെ സംഭവങ്ങൾ. അപ്പം ആദ്യം കാണുമ്പോൾ ഭയങ്കര കൗതുകമായിരിക്കും. പിന്നെന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് നമ്മൾ നടത്തുമല്ലോ, അതും ഭയങ്കര വെയിലും ചൂടും, ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആണ്, എക്സോസ്റ്റഡ് ആണ്. ഞങ്ങൾക്ക് മതിയായി തളർന്ന് ഇനി ഒന്ന് കാറ്റും വെളിച്ചം കാറ്റൊക്കെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്നുള്ളൊരവസ്ഥയായി. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു പോവാം, കുഴപ്പമില്ല. കാരണം ഇതിൻ്റെ വീഡിയോയിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ ആവശ്യത്തിന്. അപ്പോൾ ഞങ്ങൾക്ക് അറിയാമല്ലോ, അറിഞ്ഞു. പിന്നെ എന്ത് ചെയ്യാൻ, അങ്ങനെ പറ്റിപ്പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് തിരിച്ച് പോകണം. ഞങ്ങൾ ഉച്ചയെന്നേ ഞങ്ങൾ വൈകുന്നേരം എത്തിയിട്ട് കിടന്നുറങ്ങി. പിന്നെ കുളിച്ച് ഫ്രഷായി ഇപ്പോൾ വൈകുന്നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ നടക്കാൻ ഇറങ്ങിയതാണ്. ഞങ്ങൾ വന്ന സമയത്ത് വന്നപ്പോഴേക്കും വേറെ കുറേ കസ്റ്റമേഴ്സ് അല്ല, ഗസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ കോട്ടേജിലും ആൾക്കാരായി. ഞങ്ങൾ അങ്ങോട്ടേക്കും നടന്നിട്ടില്ല. അപ്പോൾ ഇന്ന് നേരത്തെ കിടന്നുറങ്ങണം. ഇന്ന് ഫുഡ് കഴിച്ചിട്ട് ഇനിയിപ്പോൾ വേറെ പറഞ്ഞാൽ ഒന്ന് ഫൈനൽ പാക്ക് ചെയ്യണം. പാക്ക് ചെയ്തതിന് ശേഷം ഫുഡ് കഴിച്ചിട്ട് നേരത്തെ കിടന്നുറങ്ങണം. നല്ലൊരു ചെടി ഞാൻ കാണിച്ചുതരാം. ഓക്കെ, ഇത് ഈ വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ. ഒരു ആഷ് ചെടി, വയലറ്റ് പൂക്കൾ, ഫുൾ ഗാർഡൻസ്, പാലപ്പൂ. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഡിന്നർ കഴിക്കുന്ന സമയത്ത് ഡിന്നർ കാണിക്കാം. അതൊക്കെയല്ലേ ഒരു രസം. എന്താണ് ഡിന്നറെന്ന് ഇന്നെന്തായിരിക്കുന്നു നോക്കാം. അത് കഴിഞ്ഞ് നാളെ ഇത്രയും ദിവസം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ രാവിലെ നേരത്തെ എണീറ്റിട്ട് 6 മണിക്കുള്ളിൽ ഇറങ്ങാൻ പ്ലാൻ ചെയ്യും. ഒരു 6:10, 6:15 ഇറങ്ങിയിരുന്നു എല്ലാവർക്കും. അപ്പോൾ അത് കാരണം തന്നെ ബ്ലോക്കൊന്നും അധികം ഇല്ലാണ്ട് പെട്ടെന്ന് നമുക്ക് നല്ല സ്മൂത്ത് കംഫർട്ടബിളായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റി. അപ്പോൾ നാളെ എസ്പെഷ്യലി നാളെ ഹംപി ടു ഹൈദരാബാദ് അത്ര എക്സ്പ്രസ് ഹൈവേ ഒന്നും അല്ല, ഒരു 2 ലെയിനാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വന്ന ആ ഒരു സ്പീഡ് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ അത് കാരണം നേരത്തെ എന്തായാലും ഇറങ്ങണം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ബാക്കി ഞാൻ ഡിന്നർ സമയത്ത് കാണിച്ചു തരാം. ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വന്നു. ഇവിടെ ക്രിക്കറ്റ് മാച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഡിന്നറിന് ഞങ്ങൾ കാശ്മീരി പുലാവ് ഓർഡർ ചെയ്തു. ഇത് ഹംപി ഫ്രൈഡ് ചിക്കനാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇവിടുത്തെ ഒരു ഡെലിക്കസിയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഹംപിയിലെ ഈ കുറച്ച് ദിവസങ്ങൾ. ഞങ്ങളുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ് ഹംപി വ്ളോഗ്. അപ്പോൾ ഇനി ഞങ്ങളുടെ തേർഡ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ സൗത്ത് ഇന്ത്യ റോഡ് ട്രിപ്പ് പാർട്ട് 3 ഹൈദരാബാദ് വ്ളോഗ്.